അപ്പം അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വിളിക്കുന്നത്. എനിക്കൊരു വീട് വേണം, ഇന്നോണക്ക് ഇന്നയാണ് സ്ഥലം, കായംകുളത്താണ് എനിക്ക് വെക്കേണ്ടത്. നമ്മുടെ കൃഷ്ണപുരം പാലസിലേക്ക് പോകുന്ന വഴിയായിരുന്നു. ഓക്കെ, അങ്ങനെ ആ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ സൈറ്റ് കാണുകയാണ് ഉണ്ടായത്. എൻ്റെ ആഗ്രഹത്തിൽ ഒരു വീട് പണിയാനായി ഒരു 12 വർഷത്തോളമായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പല സാഹചര്യങ്ങൾ കൊണ്ട് എനിക്കത് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. കാരണം വെക്കേഷൻസൊക്കെ കിട്ടുന്ന ഷോർട്ട് ടൈം. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു 2 വർഷം മുമ്പാണ് ഞാനിത് തുടങ്ങാനായിട്ട് ഞാനിന്ന് മുന്നോട്ട് കാലെടുത്ത് വെക്കുന്നത്. അങ്ങനെ ഞാൻ വന്ന ടൈമിൽ അനൂപിനെ ഓഫീസിൽ, ചങ്ങനാശ്ശേരി അവരുടെ പ്ലാനറ്റ് ആർക്കിടെക്ചർ ഓഫീസിൽ നേരിട്ട് പോയി സന്ദർശിക്കുകയും എൻ്റെ റിക്വയർമെൻറ്റ് അങ്ങനെ ആവശ്യങ്ങൾ പറഞ്ഞ്, അനൂപ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് തോന്നി. അതായത് എന്താണ് നമ്മുടെ റിക്വയർമെൻറ്റാണ് ആദ്യം ചോദിച്ചു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, ഏത് പാറ്റേൺ, ഏത് സ്റ്റൈലിലുള്ള വീടാണ് നിങ്ങൾക്ക് ആവശ്യം. അപ്പം നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു 5-6 സ്റ്റൈൽ മോഡൽ അങ്ങനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പാറ്റേൺ മനസ്സിലായി, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നുള്ളത്. നമുക്ക് 4 ബെഡ്റൂംസ് വേണം, അതിനകത്ത് എല്ലാത്തിനും അറ്റാച്ചിട്ടുള്ള ബാത്റൂംസ് വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഫസ്റ്റ് അനീഷ് എന്നോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓപ്പൺ കിച്ചൺ വേണം, ഈ ഡൈനിങ്, ഫാമിലി ലിവിങ്, ഈ ഓപ്പൺ കിച്ചൺ ഇതുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവണം, ഇതിൻ്റെ സ്പേസ് ഉണ്ടാവണം. പിന്നെ മാക്സിമം എല്ലാവരും കോമൺ ആയിട്ട് പറയാറുള്ളത് കണക്ക് എയർ സർക്കുലേഷൻ മാക്സിമം വീട്ടിനുള്ളിൽ കയറണം, വെട്ടം ധാരാളം ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള കുറേ കൺസെപ്റ്റ് കോമൺ ആയിട്ട് പറയുന്നതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പ്രിലിമിനറി ഡ്രോയിങ് ഫസ്റ്റിൽ അനീഷിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഈ അവരുടെ ആ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ആ പേപ്പറിലൂടെ പകർത്തുമ്പോഴാണ് അവർക്കൂടെ കുറച്ചുകൂടെ വ്യക്തതയാവുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഈ പ്ലാൻ കൊടുക്കുന്നു. പ്ലാൻ കൊടുത്ത് കുറച്ച് ചെറിയ ചെറിയ ചേഞ്ചുകളുണ്ടായിരുന്നു, മൈന്യൂട്ട് ചേഞ്ചുകളുണ്ടായി. പിന്നെ വാസ്തുവിൻ്റെ ഒരു ചെറിയൊരു കറക്ഷനിലൂടെ വന്നു കഴിഞ്ഞിട്ട് പ്ലാൻ ഫ്രീസ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്നും കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു 3D വ്യൂ കൊടുത്തു. പ്ലാൻ തന്നതിന് ശേഷം അത് നമ്മൾ അനുഭവമായിട്ടുള്ള ഡിസ്കഷനിൽ കളർ പാറ്റേൺസ് എല്ലാം, നമ്മുടെ പെയിൻറ്റിങ്സ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും നല്ലൊരു ഔട്ട്പുട്ടാണ് അനുവിൽ നിന്ന് നമുക്ക് കിട്ടിയത്. സ്ട്രക്ചറൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രത്യേകിച്ച് അഭിപ്രായങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല. കാര്യം എലിവേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണല്ലോ. ഇത് കഴിഞ്ഞതിന് ശേഷം അനീഷ് ഓരോ കാര്യങ്ങളിലും ഇൻവോൾവ് ആകാൻ തുടങ്ങി. അതൊരു ബെറ്റർ സൊല്യൂഷൻ തന്നെയായിരുന്നു. കാര്യം ഇവിടെ എന്ന് വെച്ചാൽ ക്ലയൻറ്റ് ഇൻവോൾവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, കാര്യം ഇത് എൻ്റെയും കൂടെ വീടാണെന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ വരണം. അപ്പോഴാണ് കുറച്ചുകൂടെ നമ്മളും ആക്യുറേറ്റായിട്ട് ഡെഡിക്കേറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ പോലും ഒരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ ഏതാണ് കളർ തീം ചെയ്യേണ്ടത്, എന്താണ് അനൂപ എടുക്കേണ്ടത് എന്നുള്ളത് ഓരോ ഘട്ടത്തിലും പുള്ളി വിളിച്ച് ചോദിക്കും. അതിൻ്റെ കാര്യങ്ങൾ എടുക്കും, ഏതാണ് ബെറ്റർ വേണ്ടത്, ഏതാണ് നല്ലത് വേണ്ടതെന്നുള്ളതിന് ഞാൻ ചൂസ് ചെയ്ത് കൊടുക്കും. അത് നമുക്ക് ഒരു ദിവസം പറ്റിയില്ലേ, എൻ്റെ പിറ്റേ ദിവസം അതിനകത്ത് കാണിച്ചു കൊടുത്ത് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ക്ലയൻസിന് സാധിച്ചിട്ടുണ്ട്.
പിന്നെ ഈ വീടിൻ്റെ എടുത്ത് പറയേണ്ട ഒരു സ്പോട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലി ലിവിങ് സ്പേസ് ആണ്. കുറച്ചുകൂടെ നമ്മുടെ ആ ഫ്രണ്ട് ഏരിയയിൽ നിന്നും കുറച്ച് മാറി ബാക്ക് സൈഡിലേക്കാണ് ഈ ഫാമിലി ലിവിങ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആ മുറ്റത്തേക്ക് നോക്കുന്ന ഒരു ഗ്രീൻ ഒരു നാച്ചുറൽ ഭംഗി അവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നമ്മൾ ആ ബാക്കിൽ കാണുന്ന ബുദ്ധൻ്റെ ഒരു ഔട്ട്സൈഡിലായിട്ട് ഒരു ബുദ്ധൻ്റെ ഒരു പ്രതിമ വെച്ച് അതിനകത്തൊരു വാട്ടർ ഫൗണ്ടനൊക്കെ കൊടുത്ത് കുറച്ച് നമ്മുടെ നാച്ചുറൽ പ്ലാന്റ്സ് കൊടുത്ത് അവിടെ, എന്നാൽ അത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. അവിടുത്തെ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമുക്കൊരു സ്ലൈഡിംഗ് ഗ്ലാസ് ഡോർ ഉണ്ട് എങ്കിൽ പോലും ഈ കോർട്ട്യാർഡിൻ്റെ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്കൊരു ജാളി വർക്ക് കൊടുത്ത് പ്രൊട്ടക്ഷനാക്കി, എന്നാൽ എയർ സർക്കുലേഷൻ അവിടെ പാസ് ചെയ്യണം. ഈ വക കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് നമ്മളവിടെ ഇങ്ങനെ ഒരു ഗ്രീൻ ഏരിയയ്ക്ക് കുറച്ചുകൂടെ ആ ഫാമിലി ലിവിങ്ങിൽ നിന്ന് വിഷൻ ചെയ്യുന്നത് കുറച്ചുകൂടെ ഭംഗി മനോഹരമാക്കാൻ വേണ്ടി നമ്മളവിടെ അങ്ങനെയുള്ള ഏരിയ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ പ്ലാന്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കോണ്ടാക്ട് എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം പ്രോപ്പറായിട്ട് അത് ചെയ്തു തരുമായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് പ്രോപ്പർ രീതിയിലാണ് അവർ ചെയ്തത്. അതുകൊണ്ട് അവർക്ക് വലിയൊരു ബിഗ് താങ്ക്സ് ഉണ്ട് ഈ ഒരു ടീമിന്. ഞാൻ എൻ്റെ സജഷൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് കിച്ചണിലാണ്. കിച്ചൻ്റെ കബോർഡിൻ്റെ കളർ ഫസ്റ്റ് ഞങ്ങൾ ഒരുപാട് കളേഴ്സ് നോക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ഗ്രീൻ കളർ, ഒരു സേജ് ഗ്രീൻ കളറാണ്. അതിനുവേണ്ടി ഞങ്ങൾ ഒരുപാട് കടകളിൽ ആ ഒരു കളർ ഇത് കിട്ടാനായിട്ട് നടന്നായിരുന്നു. അവസാനം നമുക്ക് എല്ലാവർക്കും മനസ്സിനിണങ്ങിയ ഒരു കളർ തന്നെ കിട്ടി. അതിൻ്റെ ഔട്ട്പുട്ട് വന്നപ്പോൾ നമ്മുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ നടന്നപ്പോൾ ഇവിടെ വന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പേര് അഭിപ്രായം പറഞ്ഞത് ആ ഒരു കിച്ചൺ കബോർഡിൻ്റെ കളറാണ്. അവരെ കാണിച്ചു കൊടുക്കുന്ന ഔട്ട്പുട്ട് അതിനെ നമ്മൾ റിയലൈസ് ആയിട്ട് ഇത് അവരുടെ മുന്നിൽ കൺമുമ്പിൽ കൊണ്ട് വെക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷമാണ് നമുക്കുണ്ടാകുന്ന ഹാപ്പിനെസ്. ഇതിലൂടെയാണ് നമുക്ക് റെഫറൻസിലേക്ക് മുന്നിലോട്ട് പോകുന്നത്. ഓരോ ക്ലയൻസും ഇതുപോലെ വിളിച്ച് ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ കൂടി ഞാൻ കണ്ടിട്ടുള്ളതാണ് അനൂപ്, ഇന്നതാണ്, എനിക്ക് ഇന്നത് ചെയ്യണം എന്നുള്ളതും അവിടെ നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുന്നു. ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ നടക്കുമ്പോൾ എല്ലാവരും വന്ന് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയി. അന്നേരമാണ് നമുക്ക് കൂടുതലും കുറച്ചുകൂടെ ഒരു നമ്മുടെ വീടിനെ പറ്റി എന്താ പറയുന്നത് നമ്മൾ ചിന്തിച്ചതിലും മേലെയാണെന്ന് മനസ്സിലായത്. അപ്പോൾ അതിന് ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയെന്നുള്ളൊരു തോന്നൽ അപ്പോഴാണ് നമുക്ക് വന്നത്. അതുകൊണ്ട് അനൂപിൻ്റെ ടീമിനും നമ്മുടെ ഭയങ്കരമായിട്ടുള്ള നന്ദി പറയുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾ ജീവിതത്തിൽ മറക്കത്തില്ല. ഞങ്ങൾക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ ഒരു സ്വപ്ന ഭവനം നമുക്ക് തന്നതിന്.